എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഡെങ്കിയും കാഗുറയും സാറടയും അവർ മൂന്ന് പേരും എങ്ങനെയെങ്കിലും കപ്പൽ പഴയതുപോലെ റെഡിയാക്കാൻ പറ്റുമോ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെങ്കി ആണെങ്കിൽ അവന്റെ ടെക്നിക്കൽ നോളേജ് അത് മുഴുവൻ ഉപയോഗിച്ച് ആ എഞ്ചിനിൽ വർക്ക് ചെയ്യും. സാറടെ ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുത്ത് പറയും, നടുക്കടലിൽ ഇങ്ങനെ പെട്ടുപോകുമെന്ന് കരുതിയില്ല, ഇനി നമ്മൾ എങ്ങനെ വില്ലേജിലേക്ക് തിരികെ എത്തും. ഉടനെ കാഗുറയാണെങ്കിൽ അവളെ ആശ്വസിപ്പിക്കും, നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ചെറിയ ബോട്ടുകൾ അത് നമുക്ക് സെറ്റ് ചെയ്ത് അടുത്തുള്ള ഏതെങ്കിലും ഐലാൻഡിലേക്ക് ചെന്നെത്തിപ്പെടാം, അവിടുന്ന് നമുക്ക് എന്തെങ്കിലും സഹായം ലഭിക്കാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കും. അതേസമയം മറ്റൊരു ഭാഗത്ത് ബൊറൂട്ടോ അവനാണെങ്കിൽ ആ കപ്പലിന്റെ ഒരു ഭാഗത്തിരുന്ന് മുകളിലേക്ക് നോക്കുകയാണ്. വെയിലാണെങ്കിൽ നല്ല ഫോഴ്സിൽ അവന്റെ നേർക്ക് അടിക്കുകയാണ്. പ്രോപ്പറായിട്ട് ഫുഡും വെള്ളമൊന്നും കുടിക്കാത്തതുകൊണ്ട് തന്നെ ബൊറൂട്ടോ അവൻ നല്ല രീതിയിൽ ടയർഡായി പതിയെ അവന് തല ചുറ്റാനായിട്ട് തുടങ്ങും. ബൊറൂട്ടോ പതിയെ എഴുന്നേക്കാൻ ശ്രമിക്കും, പക്ഷെ അപ്പോഴേക്കും തല ചുറ്റി അവൻ വെള്ളത്തിലേക്ക് വീഴുകയാണ്. ഓൾറെഡി ബൊറൂട്ടോയുടെ കാലില് ഡീപ്പായിട്ട് പരുക്ക് പറ്റിയിട്ടുണ്ട്. ബൊറൂട്ടോയെ കൊണ്ട് സ്വിം ചെയ്യാൻ കഴിയാതെ അവൻ അങ്ങനെ കടലിന്റെ അടിത്തട്ടിലേക്ക് പതിയെ പതിയെ പോകും. ബൊറൂട്ടോ വീഴുന്നത് ആരും തന്നെ കണ്ടിട്ടില്ല. അവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ ടെൻഷനാവും. അപ്പൊ ആരോ ഒരാള് നേരെ അങ്ങനെ കൈ നീട്ടുകയാണ്. കട്ട് ചെയ്ത ബൊറൂട്ടോ അവൻ ചാടി എഴുന്നേക്കും. ചുറ്റും നോക്കും, ഇവാബിയാൻ ടീം ചുറ്റും നിൽക്കുകയാണ്. ഞാൻ എവിടെയാ, എനിക്ക് എന്താ സംഭവിച്ചേ, കടലിൽ വീണ എന്നെ നിങ്ങളിൽ ആരാ രക്ഷപ്പെടുത്തിയേ? കേട്ട് ചുറ്റുമുള്ളവരാണെങ്കിൽ വണ്ടർ അടിക്കും. ഇവാബിയാണെങ്കിൽ അവനോട് ചോദിക്കും, നീ എന്താ ഈ പറയണേ, നീ കടലിൽ വീണിട്ടില്ല, തല ചുറ്റി കപ്പലിനുള്ളിൽ വീണ് കിടക്കായിരുന്നു. പക്ഷെ ബൊറൂട്ടോ ആണെങ്കിൽ അടിച്ചു പറയും, അല്ല അല്ല, ഞാൻ കടലിൽ തന്നെയാണ് വീണത്, ആരോ ഒരാള് സേവ് ചെയ്തു എന്ന് പറയും. ബൊറൂട്ടോ അങ്ങനെ പറന്നു നിൽക്കുന്ന സമയം മറ്റൊരു ബോട്ടിന്റെ ശബ്ദം അവർ കേൾക്കുകയാണ്. ഒരു ചെറിയ പയ്യനും അപ്പാപ്പനും അവർ രണ്ടുപേരും ഒരു ബോട്ടില് കപ്പലിന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം അവർ കപ്പലിലേക്ക് തന്നെ കടന്നു വരികയാണ്. ആണെങ്കിൽ അവനോട് ചോദിക്കും, സത്യം പറയും, നീയല്ലേ എന്നെ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്? അതിനവനാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും. ഞാൻ ഇത്രയും നേരവും ആ ബോട്ടിലായിരുന്നു, ഞാൻ നിങ്ങളെ കാണുന്നത് പോലും ഇപ്പോഴാണെന്ന് പറയും. അതിന് ആ ഗ്രാൻഡ് പേയും പറയുന്നത് സത്യമാണെന്ന് ശരിവെക്കും. ആണെങ്കിൽ ഫുൾ കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ആ സമയം കാഗുറയാണെങ്കിൽ ആ അപ്പാപ്പനോട് ചോദിക്കും, എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം, മിസ്റ്റ് വില്ലേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും എഫക്റ്റീവും എഫിഷ്യന്റും ആയിട്ടുള്ള ഷിപ്പ് ബിൽഡർ അത് നിങ്ങളല്ലേ? അതിന് ഗ്രാൻഡ് പാ അതേന്ന് പറയും. ആ പയ്യനാണെങ്കിൽ ഗ്രാൻഡ് പേയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ തള്ളി മറിക്കും. കൺട്രോൾ പോയ ഗ്രാൻഡ് പേ ആണെങ്കിൽ അവന്റെ തലയ്ക്ക് ഒരു കൊട്ടു കൊടുക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അവരെ നോക്കി ചിരിച്ച് ഇപ്പൊ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഞങ്ങള് ലീഫ് വില്ലേജിലെ ഷിനോബികളാണ്, ഒരു മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗ്രാമത്തിലേക്ക് വന്നത്. ഞങ്ങളുടെ കപ്പല് അത് ഇവിടെ വെച്ച് തകരാറിലായി, സോ അങ്ങനെ ഞങ്ങൾ ഇവിടെ പെട്ടുപോയി. കാഗുറയാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ അപ്പാപ്പന് പറഞ്ഞു കൊടുത്ത് എൻജിൻ റൂമിലേക്ക് കൊണ്ടുവരും. എൻജിൻ കാണേണ്ട താമസം അപ്പാപ്പൻ ഷോക്കാവും. ഓ നോ, ഈ കപ്പല് അത് ഇവിടെ വരെ എത്തിയത് തന്നെ വലിയ അത്ഭുതമാണ്. എത്രയും വേഗം ഇത് അയർലാൻഡിലേക്ക് കൊണ്ടുപോകണം. അയർലാൻഡിലേക്ക് ഇത് കെട്ടി വലിച്ചെത്തിച്ചാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ അപ്പാപ്പൻ തീർത്തു പറയും. പയ്യനാണെങ്കിൽ അവരെ സമാധാനിപ്പിക്കും, നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഞങ്ങളുടെ ബോട്ട് ഭയങ്കര പവർഫുൾ ബോട്ടാണ്, അതുപയോഗിച്ച് ഈസി ആയിട്ട് ഈ കപ്പലിനെ വലിച്ച് അടുത്തുള്ള ഞങ്ങളുടെ അയർലാൻഡിൽ എത്തിക്കാനായിട്ട് കഴിയും. അവിടെ എല്ലാ വിധത്തിലുള്ള എക്യുപ്മെന്റ്സും ഉണ്ട്. ആക്ച്വലി ഞങ്ങൾ അവിടെ വെച്ചാണ് എല്ലാ കപ്പലും റിപ്പയർ ചെയ്യുന്നതും നിർമ്മിക്കുന്നതും എല്ലാം എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അവരുടെ ബോട്ടിൽ ആ കപ്പല് അതങ്ങനെ കെട്ടി വലിച്ച് മുൻപോട്ടേക്ക് കൊണ്ടുപോവാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അപ്പൊ ദൂരത്തായിട്ട് അവരുടെ അയലാൻഡ് ആ പയ്യൻ അങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ കൈ ശ്രദ്ധിക്കും. കൈക്ക് ഒരു പ്രത്യേകത. ബൊറൂട്ടോ ആ കൈ പിടിച്ച് അവനോട് ചോദിക്കും, ഇതേ കൈ തന്നെയാണ് വെള്ളത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത്, സത്യം പറയും, നീ തന്നെയല്ലേ എന്നെ രക്ഷിച്ചേ? ഉടനെ ഇവാബയാണെങ്കിൽ ബൊറൂട്ടോട് പറയും, അവൻ പറഞ്ഞില്ലേ അവനല്ല നിന്നെ രക്ഷിച്ചതെന്ന്, നിങ്ങൾ കാണുമ്പോൾ ബോധം കെട്ട് കപ്പലിന്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നതായിട്ടാണ് നിന്നെ കാണാൻ സാധിച്ചത്, ഇതെല്ലാം തന്നെ നിന്റെ വെറും ഇല്യൂഷനാണ്. അവനാണെങ്കിൽ വീണ്ടും വീണ്ടും അവന്റെ കൈകൾ കാണിച്ചു കൊടുക്കും. ബൊറൂട്ടോ ആണെങ്കിൽ ആ കൈകളിലേക്ക് തന്നെ നോക്കി അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അടുത്ത നിമിഷം പല അയർലാൻഡിലേക്ക് അടുപ്പിച്ച് ജനങ്ങളെല്ലാം പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ അപ്പാപ്പനാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ഇഷ്യൂ അത് സോൾവ് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യും. ഇവിടെ ഉണ്ടായിരുന്ന ബോട്ടും കപ്പലുകളും എല്ലാം ഓൾറെഡി ഈസ്റ്റ് വില്ലേജിൽ ഇഷ്യൂ ആയപ്പോൾ തന്നെ അവിടേക്ക് കൊടുത്തയച്ചു. സോ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇവിടെ ബോട്ടും കപ്പലും ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ വേഗം തന്നെ നിങ്ങളുടെ കപ്പല് അത് ഞാൻ പഴയതുപോലെ ആക്കി തരാമെന്ന് പറഞ്ഞ് ആള് റിപ്പയർ സ്റ്റാർട്ട് ചെയ്യും. കാഗുറയും സാറുടെയും ടീമും ആണെങ്കിൽ ഇപ്പൊ മെയ്റ്റ്സിയെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് അവിടെയുള്ള ഒരു ബേസ് ലക്ഷ്യമാക്കി പോകാൻ തയ്യാറാവും. അതേസമയം ബാബയും മെയ്റ്റ്സിക ആണെങ്കിൽ ഇപ്പൊ ആ ഒരു ഐലാൻഡ് അത് ചുറ്റി കാണാനായിട്ട് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യും. ഇതാ ഇപ്പൊ ഫാദർ വില്ലനെയും ആളുടെ മകനെയും കാണിക്കും. അവിടേക്ക് ആ വരയൻ വില്ലൻ അവൻ നടന്നു വരികയാണ്. ആണെങ്കിൽ അവന്റെ പപ്പയോട് പറയും, ഐ എം സോറി, ഞാൻ ഇവിടേക്ക് എത്താൻ അല്പം ലേറ്റ് ആയി പോയി. ആ വരയൻ വില്ലൻ ആണെങ്കിൽ അവൻ പപ്പയ്ക്ക് കൊണ്ടുവന്ന ഒരു ഫിഷ് അതങ്ങനെ പപ്പയുടെ മുൻപിലേക്ക് വെക്കും. അതിനുശേഷം തല താഴ്ത്തി അവനവന്റെ പപ്പയോടും ബ്രദറിനോടും സിസ്റ്ററിനോടും നടന്ന എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് തുടങ്ങുകയാണ്. ഐ എം സോറി, എന്നെ കൊണ്ട് നമ്മുടെ ആ ഭാഗം പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല,
വില്ലേജിലുള്ള കാഗുറയും അവന്റെ കുറച്ച് ഫ്രണ്ട്സും അതുപോലെ തന്നെ ലീഫ് വില്ലേജിലുള്ള കുറച്ച് ഷിനോബികളും അവരെല്ലാവരും ചേർന്ന് ഞങ്ങളെ അറ്റാക്ക് ചെയ്തു. ജൈന്റ് കപ്പല് അതവർ തകർത്തു എന്ന് പറയും. അത് കേട്ട് അവരങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ആ സിസ്റ്റർ വില്ലത്തി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഒരു കാരണവശാലും അവരെ വെറുതെ വിടാനായിട്ട് പാടില്ല. ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ നമ്മളോട് ഏറ്റുമുട്ടും. അതിന് ആ മെയിൻ വില്ലൻ ബ്രദർ അവനാണെങ്കിൽ കാര്യമായിട്ട് ആലോചിച്ച് പറയും, ഹിഡൻ ലീഫ് വില്ലേജിലെ ഷിനോബികൾ അവരെപ്പോഴും എല്ലാവർക്കും തലവേദന തന്നെയാണ്. സീസണിൽ വെച്ച് കാഗുറയുടെ കൂടെ ഹിഡൻ ലീഫ് വില്ലേജിലെ ഷിനോബിയോ ഉണ്ടായിരുന്നു. അവരെ ഇത്രയും വേഗം കണ്ടെത്തി നശിപ്പിച്ച് കളയണം, അല്ലെങ്കിൽ അവർ നമുക്ക് വലിയ തലവേദനയെ തീരുമെന്ന് പറഞ്ഞ് അവരങ്ങനെ കാര്യമായിട്ട് എന്തൊക്കെയോ ചിന്തിച്ച് പ്ലാൻ ചെയ്യുകയാണ്. ഫാദർ വില്ലനാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ മക്കൾക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കും. നമുക്ക് തീർച്ചയായിട്ടും പഴയ നമ്മുടെ സാമ്രാജ്യം അത് പിടിച്ചെടുക്കാനായിട്ട് കഴിയും. എല്ലാ വില്ലേജുകളും നമ്മുടെ അണ്ടറിൽ എത്തുമെന്ന് പറഞ്ഞ് അവനങ്ങനെ ചിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാരെ കാണിക്കും. ആ കപ്പലാണെങ്കിൽ അപ്പാപ്പനും ആളുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് മുകളിലേക്ക് ഉയർത്തും. ആളാണെങ്കിൽ പൂർണ്ണമായിട്ടും ആ കപ്പലിനെ ഒന്ന് പരിശോധിക്കും. ഇത് ആക്ച്വലി അല്പം പഴയ കപ്പലാണ്. ഇതിൽ കുറച്ചൊക്കെ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ മറ്റൊന്നും തന്നെ ചെയ്തിട്ടില്ല. എത്രയും വേഗം ഇതിലെ എല്ലാ പാർട്സും തന്നെ റീപ്ലേസ് ചെയ്യണം. അല്ല എങ്കിൽ ഈ കപ്പൽ മുഴുവനായിട്ടും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു പറയും. ഡെങ്കി ആണെങ്കിൽ ഇപ്പൊ അപ്പാപ്പനോട് പറയും, നിങ്ങളോടൊപ്പം ഞാനും റിപ്പയറിംഗിൽ ഹെൽപ്പ് ചെയ്യാം. അതിന് അപ്പാപ്പനും ഓക്കെ പറഞ്ഞ് എല്ലാവരും അവരുടെ ജോലി സ്റ്റാർട്ട് ചെയ്യാണ്. ഓരോരോ പാർട്സ് ആയിട്ട് റീപ്ലേസ് ചെയ്തും അതിന്റെ ഇലക്ട്രിക് വർക്കൊക്കെ റിപ്പയർ ചെയ്തും അവരങ്ങനെ വേറെ ലെവലിൽ ജോലി ചെയ്യാണ്. ഡെങ്കിയും അപ്പാപ്പനും ആണെങ്കിൽ മെയിൻ ആയിട്ടുള്ള വർക്കുകൾ അത് അകത്ത് ചെയ്യും. അതേസമയം മറ്റൊരു ഭാഗത്ത് ബൊറൂട്ടോയും ആ പയ്യനും അവർ രണ്ടുപേരും മറ്റു ചില അറ്റകുറ്റപ്പണികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ആ പയ്യന്റെ ഒരു ബുക്ക് അത് അവന്റെ കയ്യിൽ എടുത്തു കൊടുക്കും. ഉടനെ അവൻ ഒരു സന്തോഷത്തിൽ ആ ബുക്ക് വാങ്ങി താങ്ക് യു വെരി മച്ച്. ഇത് ആക്ച്വലി എൻ്റെ ഐഡിയ ബുക്കാണ്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലാണ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് രണ്ടുപേരും ചേർന്ന് വലിയൊരു പൈപ്പ് തൂക്കിയെടുത്ത് അങ്ങനെ നടക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അവനോട് ചോദിക്കും, നമുക്ക് ഹിഡൻ മിസ്റ്റ് വില്ലേജിലെ മെമ്പർ ആയിക്കൂടെ? അതിനവൻ പറയും, ഇത്രയും കാലവും ഞങ്ങൾ ഇവരായിട്ട് സെയിൽ ചെയ്ത് നടക്കുകയായിരുന്നു. ഞങ്ങളുടെ ഇഷ്ടം അതാണ്. ഇതുവരെ ഒരു വില്ലേജിലും കൂടി ചേരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. അതേസമയം ഇവിടെ കാഗുറയും ടീമും അവരാണെങ്കിൽ ഇപ്പോൾ മിസുകാഗയെ കോണ്ടാക്ട് ചെയ്തിരിക്കുകയാണ്. കാഗുറയാണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും മിസുകാഗയെ അറിയിക്കുകയാണ്. ഞങ്ങൾ അവരെ എല്ലാവരെയും സേവ് ചെയ്ത് കഴിഞ്ഞു. എത്രയും വേഗം കപ്പൽ റെഡിയാക്കി മിസ്റ്റ് വില്ലേജിലേക്ക് എത്തും. അതിന് മിസുകാഗയെ ഓക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അവനാണെങ്കിൽ സാരഡയോട് പറയും, ആക്ച്വലി ആ വില്ലന്മാര് അവർ ജസ്റ്റ് അവരുടെ റാംപേജ് അത് സ്റ്റാർട്ട് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. വില്ലേജിൽ ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് കവാക്കിയെ കാണിക്കും. അവനാണെങ്കിൽ ആ ഒരു ഐലാൻഡിന്റെ ഓരോ ഭാഗവും അങ്ങനെ കണ്ട് ആസ്വദിച്ച് നടക്കുകയാണ്. അവന്റെ തൊട്ടു പിന്നാലെ ഫോളോ ചെയ്ത് മീറ്റ്സുകയും നടന്നു വരും. കവാക്കിയാണെങ്കിൽ അവനോട് ചോദിക്കും, നീ എന്തിനാ ആവശ്യമില്ലാതെ എന്നെ ഫോളോ ചെയ്യണേ? അതിന് മീറ്റ്സുക പറയും, ഇതൊന്നുമില്ല, ഈ ഐലാൻഡ് അത് നിന്നോടൊപ്പം കണ്ട് ആസ്വദിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറയും. അതേസമയം ഇവിടെ ആ പയ്യൻ ആണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ ആ അപ്പാപ്പനോട് സോറി പറയാണ്. കാരണം കപ്പലിന്റെ ഒരു മെയിൻ പാർട്ട് അത് റീപ്ലേസ് ചെയ്യാനുള്ള ഒറിജിനൽ പാർട്സ് അതവൻ വാങ്ങി വെച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കപ്പല് അത് റെഡിയാക്കാൻ ഒത്തിരി സമയമെടുക്കും. അപ്പാപ്പനാണെങ്കിൽ കൺട്രോൾ പോയി അവനോട് ദേഷ്യപ്പെടുകയാണ്. അതിന് ബൊറൂട്ടോ പറയും, ഓക്കെ കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും എത്രയും വേഗം ഫാക്ടറിയിലേക്ക് പോയി ഒരു പാർട്സ് അത് വാങ്ങിക്കൊണ്ടുവരാം. ഞാൻ ആക്ച്വലി ഒരു നല്ല ഷിനോബിയാണ്. മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഞാൻ ഇവനെ പ്രൊട്ടക്ട് ചെയ്ത് ഇവനോടൊപ്പം പോകാമെന്ന് പറയും. അതിന് ആ അപ്പാപ്പന് സമ്മതിക്കും. അങ്ങനെ അവർ രണ്ടുപേരും ഫാക്ടറി ലക്ഷ്യമാക്കി ഉഷാറായിട്ട് ഓടിപ്പോവും. ആണെങ്കിൽ ദൂരത്തായിട്ട് ഒരു കുട്ടി ബോട്ട് കാണിച്ചു കൊടുക്കും. ബൊറൂട്ടോ ആണെങ്കിൽ അത് കണ്ടൊന്ന് ഞെട്ടും. ഇതിലാണോ നമ്മൾ ആ ഫാക്ടറിയിലേക്ക് പോണേ? അതിനവൻ പറയും, അതെ, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ എൻ്റെ ബോട്ടാണ്. ഇത് കാണും പോലെയല്ല, പവർഫുൾ ബോട്ടാണെന്ന് പറഞ്ഞ് ഇപ്പൊ രണ്ടുപേരും അതിലേക്ക് കയറി അവൻ ആ ബോട്ട് വേറെ ലെവലിൽ ഡ്രൈവ് ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോകും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ മുൻപോട്ടേക്ക് പോകുന്തോറും ആ ബോട്ട് കുറേശ്ശെ ഇഷ്ടാവും. ആ പയ്യൻ ബൊറൂട്ടോട് പറയും, എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആ ഗ്രാൻഡ് പേ പോലെ നല്ലൊരു ബോട്ട് മെക്കാനിക് ആവുക, സ്വന്തമായിട്ട് കപ്പലുകളും ബോട്ടുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അത് കേട്ട് ബൊറൂട്ടോ അവനങ്ങനെ ഹാപ്പി ആയി ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.